ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ ആശാരിച്ചൊക്കെ ചങ്കിൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ റോയൽ എൻഫീൽഡ് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന പിറ്റ് ഷോപ്പ് 47 എന്ന് പറയും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ. ആ പുള്ളിക്കാരൻ കൂടെ വരാൻ പറയണം. എല്ലാ വണ്ടിയും ചെയ്യും, പ്രത്യേകിച്ച് ബുള്ളറ്റാണ്. അപ്പോൾ ഒരു 6 മുതൽ അവർ പണിയെടുത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. നമുക്ക് പിന്നെ ഈ പ്രാന്തൊക്കെ ഉള്ളത് കാരണം വന്നു. ഇതാ 6 ടൈപ്പിൽ, അതായത് നമുക്ക് ഒരു വണ്ടിപ്രാന്ത് എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷം തരുന്നൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ നോക്കിയ ആൾ പഴയ പുപ്പൂലി ഡീസലാണ് കേട്ടോ. ഡീസൽ ബുള്ളറ്റ് വളരെ കുറച്ച് ആൾക്കാർ മാത്രം യൂസ് ചെയ്യുന്ന, നല്ല മൈലേജ് കിട്ടുന്ന, അതായത് നമുക്ക് നല്ല ഓടിച്ച് നല്ല എന്താ പറയുക കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു 6 മുതലാണ്. അപ്പോൾ ഫ്രണ്ടൊക്കെ ഫുൾ അയച്ച് പണിയെടുത്തിട്ട് ബാക്കും ഫ്രണ്ടൊക്കെ അയച്ച് ഡിസ്ക് ബ്രേക്ക്, കാരണം ഡീസൽ ബുള്ളറ്റ് ഓടിച്ചവർക്ക് അറിയാം ഇതിൻ്റെ ബ്രേക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. കാരണം അത്രയും ഹോഴ്സ് പവറിൽ ഓടുന്ന ഒരു വണ്ടി ഇടിച്ച് കയറില്ല കേട്ടോ. അങ്ങനെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കയറില്ല, പക്ഷെ ഓടി കയറും. പക്ഷെ ചവിട്ടി നിർത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്രണ്ടേജ് ഫുള്ള് മാറ്റിയിട്ട് പുതിയ മോഡലിലേക്ക് കൊണ്ടുവന്നത് ഈ മുതലാണ്. എങ്ങേരാണ് കേട്ടോ അത് ചെയ്തത്, നമ്മുടെ ചങ്കാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിൽ മരുത റോഡ് ബസ് സ്റ്റോപ്പിൽ കേട്ടോ. മരുത റോഡ് ഷോപ്പിലാണ് വരുന്നത്. ടാങ്ക് മൂടി അങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടിപ്പിക്കുക. അത് പഴയ ഒരു നമുക്കൊരു എന്താ പറയുക ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന സാധനങ്ങളൊന്നും അവർ മാറ്റിയിട്ടില്ല. സൈലൻസർ പോലുള്ള ഐറ്റങ്ങളൊന്നും മാറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ലുക്ക് നമുക്കൊരു സ്റ്റാൻഡേർഡിൻ്റെ ലുക്കിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പെയിൻറ്റിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. മീറ്ററോ കാര്യങ്ങളോ അങ്ങനത്തെ ഐറ്റങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റങ്ങളൊന്നും മാറ്റിയിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ശരിക്കൊരു ന്യൂ ടൈപ്പ് ബുള്ളറ്റ് വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ മരുത റോഡ് ബസ് സ്റ്റോപ്പിൽ ഹൈവേയിൽ തൊട്ടതിന് കേട്ടോ. സ്വരാജ് മസ്താൻ്റെ ഷോറൂമൊക്കെ ഉണ്ട് മസ്തയുടെ, അതിൻ്റെ തൊട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടാറായിട്ടുണ്ട്. അതാണ് ഒരു കുറച്ച് എക്സ്പീരിയൻസ് വേണം അത് സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളും. അതേപോലെ തന്നെ അത് എടുക്കുമ്പോഴും ആക്സിലേറ്റർ കൊടുത്ത് എടുക്കുമ്പോഴല്ലേ നമ്മൾ പെട്രോൾ വണ്ടി പോലെയല്ല, എൻ്റർലി ഡിഫറൻ്റ് ആണ് അത് റൈഡിങ്. പക്ഷെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട് ഒരു രക്ഷയില്ല. എങ്ങനെ പാട്ടും പാടി പോവാട്ടാ. 1 ലിറ്റർ ഡീസലിൽ ഏകദേശം ഒരു 85-90 വരെ കിട്ടുന്നുണ്ട് ആൾക്കാർക്ക്. കാരണം ഞങ്ങളുടെ അവിടെ ഒരു 3-4 പേര് ഓടിക്കുന്നുണ്ട്. അതിൻ്റെ ഭംഗി കണ്ട എന്തായാലും എല്ലാവർക്കും ഒരു എന്താ പറയുക, വർക്ക് ചെയ്ത നമ്മുടെ കൂട്ടുകാരനും അവരുടെ ടീമിനും വലിയൊരു കയ്യടി കൊടുക്കണം കേട്ടോ. സെറ്റായിട്ടുണ്ട്.